എല്ലാം സ്വന്തം പ്രോജക്റ്റാണ്. അഭിനയിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം സ്വന്തം പ്രോജക്റ്റ് തന്നെയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആടുത്രി വരും, ഈ വർഷം തന്നെ ഷൂട്ട് ഉണ്ടാവും, ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആണ് അതിൻ്റെ. ഷുവർ ദിസ് വോണ്ട് ഡു വണ്ടേഴ്സ് ഫോർ യു. ഓൾ ദി ബെസ്റ്റ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ കാണാത്ത പല ലൊക്കേഷനുകളും അവർ പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൊക്കേഷനുകളാണ്. എൻ്റെ അടുത്ത് എങ്ങനെ വിജയ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, 41 ദിവസം UK-ലായിരുന്നു ഷൂട്ട്. ആ ഷൂട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് ഈവനിങ്. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എല്ലാ സംസ്ഥാനത്തും പെയ്ഡ് ഹോളിഡേ. കാണാത്ത പല സ്ഥലങ്ങളും കാണാൻ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ബിക്കോസ് ഇവർക്ക് എല്ലാ ദിവസവും ഷൂട്ട് ഉണ്ടെങ്കില്ല. അപ്പം സോ ലൈക്ക് ബിനോ ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. സോ ഐ പ്ലേ എ റിയൽ ലൈഫ് ക്യാരക്ടർ. അവിടുത്തെ ഒരു ലണ്ടനിൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബാരിസ്റ്ററാണ് എൻ്റെ ക്യാരക്ടർ. അതുകൊണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ സിനിമയിൽ ആക്ടറായിട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അത്രയും എഫേർട്ട് ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ ടീമും എടുത്തിട്ടുണ്ട്. ഇതുവരെ മലയാള സിനിമയിൽ യൂറോപ്പ് അല്ലെങ്കിൽ ലണ്ടൻ ഒരു ഫോറിൻ കൺട്രി ഇത്രയും മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് സംശയം. കാരണം അത്ര ഞാൻ ഈ സിനിമ കണ്ടതാണ്. അതുകൊണ്ടാണ് അത്ര ഭംഗിയിൽ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ കാണാത്ത പല ലൊക്കേഷനുകളും അവർ പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൊക്കേഷനുകളാണ്. വളരെ നല്ലൊരു കണ്ടന്റാണ്, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഇത് കണക്ട് ചെയ്യും. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഓരോ കുടുംബത്തിൽ ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ലോയും അല്ലെങ്കിൽ അവിടെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഒബേ ചെയ്യേണ്ട ചില റൂൾസും റെഗുലേഷൻസും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചാൽ എന്താണ് ആ കുടുംബത്തിന് സംഭവിക്കുക എന്നുള്ളതാണ് ബിഗ് ബെൻ എന്ന ഈ സിനിമയിലൂടെ പറയുന്നത്. എല്ലാവരും കണക്ട് ചെയ്യും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിഥി ആൻഡ് അനു ഹാസ് ഡൺ അമേസിംഗ്ലി വണ്ടർഫുൾ പെർഫോമൻസ്. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആണ് അതിഥിയുടെ. ഷുവർ ദിസ് വോണ്ട് ഡു വണ്ടേഴ്സ് ഫോർ യു. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് താങ്ക്സ് ബിനോ ഫോർ മേക്കിംഗ് മീ പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ പ്രോജക്റ്റ്. താങ്ക്സ്. ഏതൊക്കെയാണ് സ്വന്തം പ്രൊജക്ട്സിന് വരാനിരിക്കുന്ന? എന്തൊക്കെയാണ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ, ശരിയാണോ? എല്ലാം സ്വന്തം പ്രോജക്റ്റാണ്. അഭിനയിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം സ്വന്തം പ്രോജക്റ്റ് തന്നെയാണ്. എന്നാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആടുത്രി വരും, ഈ വർഷം തന്നെ ഷൂട്ട് ഉണ്ടാവും, ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, മിസ്റ്റർ വിനയ് ഫോർട്ട്.